ആർക്കും സ്പൈസി കഴിച്ചോളണമെന്നൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇന്ത്യൻ മിക്സ് അല്ലേ? അപ്പൊ ഇതാണ് ഫുഡ്. ഇതല്ല ഫുഡ്. നമ്മളെന്തിനാ വെറുതെ മാംഗോ ഒക്കെ വെക്കണേ? നമുക്ക് ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് തിരിച്ചു വരാം. കുത്തി പിടിക്കണ്ടേ? എങ്ങനെ പൊളിക്കൂ? കത്തിയുണ്ട് എന്തൊക്കെ ചെയ്യും മീനാക്ഷി? കടിച്ചോ? വാങ്ങിയാ ഞാൻ വേറൊന്നും. നീ കംബാക്ക് പറയുവോ? കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സന്തോഷം. ഇല്ല, ഞാൻ വെറുതെ നടക്കുക. ഇനി നമ്മൾ കുറച്ച് മുറിച്ച് വെച്ച മാങ്ങ കുറച്ച് മാങ്ങ മുറിച്ച് വെച്ചത് ഇതിലോട്ട് അങ്ങ് ഇടുക. ആദ്യം ഒരു 2-3 മാങ്ങയുടെ പീസ് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഒന്നുകൂടി നമുക്ക് മിക്സ് അങ്ങ് നടത്താം. മിക്സ് അങ്ങനെ നടത്താം. നടത്തുക വെച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയൂ. ഇത് തുടങ്ങാം. മാങ്ങ ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ടാവും. ഓക്കെ, അത് ലീഫും കൂടി ഇട്ടാൽ അവ മേബി ആ ഫുൾ ചെയ്യാറുണ്ട്. ഓക്കെ, എന്താ ഇഷ്ടം മതി. അത് ഞാൻ പതിക്ക് വന്നിട്ടില്ല. മീനാക്ഷി ക്യാമറയ്ക്ക് ഫേസ് ചെയ്യും. ക്യാമറയ്ക്ക് ഇറക്കി ഫേസ് ചെയ്യട്ടോ. അപ്പൊ നമ്മള് കുറച്ചൊക്കെ ഉണ്ടാക്കി ഒരു ഹാഫ് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ കുറച്ചുകൂടി നമുക്ക് ഇന്ത്യൻ മിക്സ് സ്പൈസ് ഇടേണ്ടി വരും. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇന്ത്യൻ മിക്സ് സ്പൈസ് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇനി വാച്ചിങ് ഷോ ആഫ്റ്റർ മീനാക്ഷി ഇതിക്ക് ചിരി വന്നു. ആ ഇന്ത്യൻ മിക്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഒന്നും കൂടി പറയോ ക്ലിയർ ആയിട്ട്? ഇതാണോ നിങ്ങളുടെ സ്റ്റോർ റൂം? അതെന്താ ഇപ്പൊ എടുക്കണത്? എടുക്കുന്നത് ഓക്കെ, ഒരു വലിയ പാത്രത്തിൽ
നമ്മുടെ ഇന്ത്യൻ അതിപ്പോ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യേണ്ടി വന്നു. ഇന്ത്യൻ മാത്രം ഇടേണ്ട ചാൻസും വരും. ഫോറിൻ ഇടാത്ത ഓക്കെ ഇടണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? വെൽക്കം ബാക്ക് ടു നമ്മൾ ഇന്ത്യൻ മിക്സ് സോറി അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച ബാക്കി മാങ്ങകളും ഇടും. ഒരു മാങ്ങ ഫുള്ള് ഇട്ടു. അതായത് നമ്മൾ നോക്കാം ഇത്ര പോലെ മാങ്ങയെ മുറിക്കാൻ പാടില്ല. ഓക്കെ അത്രയും ചെറിയ മാങ്ങയെ മുറിക്കാൻ പാടില്ല. ഒരു ചെറിയ മാങ്ങ മതി ഈ കറി ഉണ്ടാക്കാൻ അല്ലേ? കറി ചിക്കൻ ചിക്കൻ ഫ്രൈ. ഓക്കെ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്ന പോലെ